ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇങ്ങനെ കേട്ടോ പൊടിഞ്ഞു പോകും. ഈ ഡ്രോപ്പ് വേഗം പോകും. ഈ ഡ്രോപ്പ് ഇനിയിപ്പോൾ ഞാൻ പുതിയ ഡ്രോപ്പ് വെക്കുന്നുണ്ടല്ലോ, ആ ഡ്രോപ്പ് ഒരു 5 അല്ലാച്ചുമ്പോഴത്തേനും അതേമാതിരി പിഞ്ഞും പോകും. ഇന്നത്തെ പണി ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. പരിപാടി ആ മൂലയിൽ പോയിക്കാണ്ട് ആ പാത്തിൻ്റെ ഡ്രോപ്പ് മാറ്റി കൊടുക്കുക. ഒരു സിമ്പിൾ പരിപാടി ഉണ്ടാവും, പക്ഷെ അവിടെ പോയാണ്ട് അത് നന്നാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല പാട്. ആ മേലത്തെ ഷീറ്റ് കഴിക്കണം, അടിയിൽ നിൽക്കാനുള്ള സ്ഥലമൊന്നും ഉണ്ടാവില്ല. അവിടെ ബെൽഗ് പട്ടികൊന്നുമില്ല, ഉയരം വെക്കാൻ കഴിയില്ല. അവിടെ ലൈനും കാര്യങ്ങളുണ്ട്, ഉയരം വെക്കാൻ കഴിയില്ല. അതുള്ളതുകൊണ്ട് ലൈനിലുണ്ട് അടിയിൽ ഉയരം വെച്ചാണ്ട് കയറാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ടോപ്പ് പോയി മാറ്റി പറഞ്ഞാൽ അത്രയും വലിയ റിസ്ക് വരില്ല. അത് ഇതിൻ്റെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് വേഗം അറിയാൻ പറ്റും അത് എത്രത്തോളം റിസ്ക് ആണെന്നുള്ളത്. നല്ല ചൂടാട്ടോ, നല്ല സുഖമുള്ള പണിയൊന്നും ഒരിക്കലും ഒരാളും വിചാരിച്ചു. നല്ല സുഖമുള്ള പണിയല്ല ഇത്. ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം, കാരണം ഒരുവിധം വീട്ടിലൊക്കെ ഇതേ സംഭവം നടക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർ ഇത് ഫുള്ളായിട്ട് കാണുക. ഓക്കെ, അതേപോലെ ഈ സീറ്റിന്റെ കളറാണ് ഇപ്പോൾ പോയത്. 4 കൊല്ലമായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 5 കൊല്ലം ആയിട്ടുണ്ടാവും ഇതിന്റെ മുകളിൽ കിട്ടിട്ട്. അപ്പോൾ ഈ റിഡ്ജ് മാത്രമല്ല, മൊത്തം റിഡ്ജ് പോയിക്കൊണ്ടോ ഇതിന്റെ മേലെ. ഇത് എടുത്തപ്പോൾ അതിന്റെ അടി കൊണ്ട് എങ്ങനെ അടി കേട്ട് പോവുക. ചവിട്ടില്ല, ചവിട്ടില്ല, അടിക്കുക ചെയ്ത് നിൽക്കുന്നത്. ഈ മേഖലയിൽ വർക്ക് എടുക്കുന്ന ഇൻഡസ്ട്രിയൽ പണിക്കാർക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം റിസ്ക് ഉണ്ട് എന്നുള്ളത്. കാരണം ഷീറ്റ് എടുത്ത് മാറ്റിയിട്ട് അതിന്റെ മൂലയിൽ പോയി കുത്തന്നിട്ട് ആ ഡ്രോപ്പ് പഴയ ഡ്രോപ്പ് ഒഴിവാക്കി പുതിയ ഡ്രോപ്പ് അവിടെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം റിസ്ക് ഉണ്ടെന്നുള്ളത്. ഈ കൂട്ടത്തിൽ ഇങ്ങനെ പോകുമ്പോൾ അത് ഇത്രത്തോളം റിസ്ക് ഉണ്ടാവില്ല. രണ്ടാമതൊരു വർക്ക് അവിടെ വരുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. അത് പറിച്ചിട്ട് അവിടെ രണ്ടാമത് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും വലിയ ടാസ്ക് വരില്ല. ആ മൂലയിൽ പോയി കണ്ടാൽ അണ്ണാങ്കോട്ട കുത്തിറക്കണ മാതിരി മൂന്നാം നില മുകളിൽ ഏറ്റവും ടോപ്പിൽ കുത്തറിന് അടിക്കാൻ നോക്കുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ വർക്ക് എടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും റിസ്ക് ഉണ്ടെന്ന് വെച്ചാൽ 3 ആൾക്കാർ വന്ന് നോക്കിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ വർക്കാണത്. എന്നാലും നമ്മളെ വർക്ക് നമ്മുടെ നാട്ടിലെ വർക്കാണത്, നമ്മുടെ നാട്ടിലെ പള്ളീൻ്റെ വർക്കാണ്. നമുക്ക് ചെയ്യാനേ പറ്റൂല. ഈ പണി എടുക്കണേ ഒട്ടുമിക്ക ആൾക്കാരുടെ പരിപാടി എന്താ പറയുക, ഇതിങ്ങനെ ഇട്ടാൽ ഇതേമാതിരി ആയിക്കാറാം ഒരു ഗ്രിപ്പ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിന് മേലൊന്നും വെള്ളം കിട്ടില്ല. അപ്പോൾ ഇതാ പരിപാടി, ഒന്നീ വിയർപ്പെടുക്കുക, അല്ലെങ്കിൽ അല്പം ഇങ്ങനെ ഇടയ്ക്ക് തുപ്പലെടുക്കുക, നേരെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഉണ്ടോ ഇതില്ലേ? കാരണം ഈ ഐറ്റിൽ ഇവിടെ വെള്ളം കിട്ടും. പിന്നെതാ ഇങ്ങനെ ആക്കി കൊടുക്കുക. ഡ്രോപ്പ് ഇപ്പോൾ നീളമുള്ള ഡ്രോപ്പ് ഇവിടെ കിട്ടാനില്ല, നമ്മളങ്ങാടി കിട്ടാനില്ല. അതുകൊണ്ടാണ് ഡ്രോപ്പ് നീളം കൂട്ടിയത്. മറ്റേ ഡ്രോപ്പ് ഇത്ര നീളം ഉണ്ടാവും. ഇതിൻ്റെ പഴയ ഡ്രോപ്പ് ഇത്ര നീളം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഡ്രോപ്പ് നീളം ഇല്ലാത്തതുകൊണ്ടാണ് പാത്തിൻ്റെ കഷ്ണം നീളം കൂട്ടിയത്. പാത്തി വെക്കുമ്പോൾ എപ്പോഴും ഇത് ഇങ്ങോട്ട് കയറ്റി വെക്കണം. ഇങ്ങോട്ട് കയറ്റി വെച്ചേക്കാണ് ഇതിന് വല്ലാണ്ട് വെയിൽ കൊള്ളൂല. നല്ലോണം വെയിൽ കൊള്ളുമ്പോഴാണ് ഇത് തുരുമ്പോൾ ഇത് പോവുക, ദ്രവിച്ചു പോവുക. ഇങ്ങനെ ആകുമ്പോൾ വല്ലാതെ ദ്രവിച്ചു പോകില്ല, കാരണം വെയിലിൻ്റെ ചൂട് കുറേ ജിമ്മല പോവുക. അതുകൊണ്ട് വല്ലാണ്ട് ദ്രവിച്ചു കൂടാ. അപ്പോൾ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് പാത്തിയൊക്കെ നീളം കൂട്ടി അതേമാതിരി ആ പാത്തിൻ്റെ ഡ്രോപ്പിൻ്റെ മൂല വരെ നമ്മൾ കൊണ്ടുവച്ചാണ്ട് പാത്തി അതിൻ്റെ മേൽക്കൂടാണ്ട് കയറ്റിച്ചിരുന്നു. ഇങ്ങനെ ആകുമ്പോൾ വല്ലാണ്ട് വെയിൽ വരില്ല. അതിമക്ക് വെയിൽ വന്നൊക്കെയാണെങ്കിൽ അത് ദ്രവിച്ചു പോവുക. അപ്പോൾ പാത്തി നീളം കൂട്ടിയാണ്ട് ഇത്ര വലിയ ടാസ്ക് പണി വേറെ ഇല്ല. ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലില്ല, ഈ മൂലയിലാകുമ്പോൾ ഉണ്ടോ ഇത് നേരെ കൊണ്ടുപോയിക്കാണ്ട് ഈ മൂല വരെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നതാ. ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചാൽ അധികം എല്ലാം വെയിൽ കൊള്ളൂല. വെയിൽ കൊള്ളാഞ്ഞാൽ ഇത് കുറേ കാലം എടുക്കും. മറ്റേത് ഇതിപ്പോൾ മാറ്റിയിട്ട് കാര്യമില്ല, 5 കൊല്ലം കൊണ്ട് പിന്നെയും ദ്രവിച്ചു പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ മൂലയിലാണ് ഇത് പൈപ്പിൻ്റെ പാത്തി വെക്കാണ്ട് ഇനി നോക്കണ്ടേ ഇവിടെ വേഗം ദ്രവിച്ചു പോകും. അതതിനുണ്ടാകുക. ഇതിന് ഏറ്റവും വലിയ ഫോൾട്ട് അതാണ്. ഹൈറ്റ് കണ്ടോ, ചെറിയ ഹൈറ്റില്ല പണി കേട്ടോ. ഇനി പുറമെന്ന് കാട്ടിയാൽ ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്നുള്ളത്. പാത്തി ഇപ്പോൾ ഡ്രോപ്പ് നീളമില്ലാത്തതുകൊണ്ട് കേട്ടോ പാത്തിൻ്റെ കഷ്ണം വെക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ഈ പാത്തിൻ്റെ കഷ്ണം വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അത് ആ ലെവലിലുള്ള സാധനം ഇവിടെ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങണില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ വെച്ചാൽ കുറേ കാലം കിട്ടും. ഈ പാത്തിക്ക് കുറേ കാലം കിട്ടും, പക്ഷെ പാത്തിൻ്റെ ഡ്രോപ്പാണ് വേഗം പോവുക. ഇനിയിപ്പോൾ പാത്തി നീളം കൂട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ, ആ ഡ്രോപ്പ് നീളമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ നീളമുള്ള സാധനം നമ്മളെ മാർക്കറ്റിൽ ഇറങ്ങണില്ല. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വെക്കാനുള്ള കാരണം. അപ്പോൾ ഈ ഭാഗത്തുള്ള വർക്ക് കഴിഞ്ഞ് ഇനി അപ്പുറത്ത് ഭാഗത്തുണ്ട്, മുൻഭാഗത്തുണ്ട്. ഇനി നേരെ അടിഭാഗത്ത് നോക്കി ആ ഡ്രോപ്പ് മാത്രമേ കാണുള്ളൂ, ഏച്ച ഭാഗം കാണൂല. അതാണ് ഇതിൻ്റെ വൃത്തിട്ടോ. ഇനി ഈ മൂലയ്ക്ക് പോയിട്ട് ആ മൂല നന്നാക്കണം. സന്തോഷം പുതുവേഷം നാടകമാടുകയാണ് ജീവിതവേഷം. ഇതിമക്കല്ല കൊടുക്കുക, അതിമക്ക് കയറിയ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ സീറ്റ് തമ്പുക പൊന്തിക്കൊണ്ട് പോകും. അപ്പോൾ ഇതിമക്കൊക്കെ കട്ട് ചെയ്ത് ഇത് പൊന്തിക്കണ്ടില്ലേ, അതേമാതിരിയാണ് ആ കമ്പിക്ക്. ഈ കമ്പിമെന്നാണ് കൊടുക്കുക. ഈ കമ്പിമ നേരെ കൊടുത്തിട്ട് ആ കമ്പിമൊക്കെ കൊടുക്കും. അങ്ങനെ ആകുമ്പോൾ അയിമ കൂടെ നടട്ടാണ്ട് പോയിക്കാണ്ട് കുത്തർക്കാൻ തരണ്ടാവും. ഇതിപ്പോൾ ഈ ഒരു ഹോൾസ് കൂടെ കുത്തർക്കാൻ തരില്ല. അപ്പോൾ ഇതിൽ വന്നിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞത് ഇത് ടാസ്ക് പണിയാണ് പറഞ്ഞത്.
ഇവിടെ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ കമ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നമില്ല. ചെറിയ സീറ്റിന് മൂലയിലെ സീറ്റ് ഇവിടെ നിന്ന് കൊടുത്തില്ലെങ്കിലും വല്ല അലമ്പില്ല. പക്ഷേ ഈ ലാസ്റ്റിലെ സീറ്റിന് അങ്ങനെ കൊടുക്കണം. എന്തെങ്കിലും ഒരു ഏർപ്പാട് റീകണ്ടീഷൻ പണി ഉണ്ടാവുന്ന ടൈമിൽ നമുക്ക് പോകാനും വരാനൊക്കെ സുഖമാണ്. മറ്റേ ഈ ഒരു കമ്പി മൂത്തിട്ട് വേണം ചെയ്യാൻ. ചെറിയ ഹൈറ്റുള്ള 3 ഹൈറ്റില്ലേ, ചെറിയ ഹൈറ്റുള്ളൊക്കെ പണിയൊക്കെ വമ്പ ടാസ്ക് തന്നെ. ഇത് ഈ മേഖലയിൽ വർക്ക് എടുക്കുന്ന ആൾക്കാർക്ക് വെച്ചിട്ടുണ്ടാവുള്ളൂ. ഇൻഡസ്ട്രി പണിക്കാർക്ക് അറിയാം. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ വർക്ക് കഴിഞ്ഞ് ഇനി അടിയിലെ വർക്കാണ്. മുകളിലത്തെ വർക്ക് കഴിഞ്ഞ് ഇനി അടിയിലെ വർക്കാണ്. ഉണ്ടല്ലേ? ഇത്രങ്ങാട്ടി നല്ല വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഡ്രോപ്പ് അവിടെ സേഫ്റ്റിക്കാർ ഇത് ആണ് ഞാൻ സേഫ്റ്റി. ഇവനോട് കുത്തിറക്കാൻ പറ്റും. ഉണ്ടോ? ഓക്കെ, ഇവിടെ തൂങ്ങി കുത്തിറക്കാൻ പറ്റും. ഇതില്ലെങ്കിൽ തൂങ്ങി കുത്തിറക്കാം. നമ്മൾ ഓടാവില്ല. ഇതൊക്കെ ഇതിപ്പോൾ എല്ലാ വരി ഒരേ മാതിരി ആവുക. എല്ലാ കാര്യം ഒരേ മാതിരി ടൈറ്റ് ആവും. നാട്ടൊക്കെയാണ് പൊടിയൊക്കെ. അപ്പോൾ ഇതാണ് പൊട്ടി കേട്ടോ. ഇതെന്തിനാ പൊട്ടി?